നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇത്രയും നാൾ സിനിമാ കഥകളല്ലേ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നു മുതൽ ഒരു സീരീസ് തുടങ്ങിയാലോ? 13 എപ്പിസോഡുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ആണിത്. പക്ഷേ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സീരീസുകളെ പോലെ ഒരു സീസൺ മുഴുവൻ ഒരു കഥ പറഞ്ഞ് അവസാന എപ്പിസോഡിൽ കൊലയാളിയെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ സസ്പെൻസ് റിവീൽ ആവുന്ന തരത്തിലുള്ള ഒരു സീരീസ് അല്ല ഇത്. ഉദാഹരണത്തിന് കേരള ക്രൈം ഫയൽസ് പോലെയൊക്കെ ഈ സീരീസിന്റെ 13 എപ്പിസോഡിലും 13 കഥയാണ്. അതായത് 12 കൊലപാതകങ്ങളാണ് തെളിയിക്കാൻ പോകുന്നത്. അവസാന എപ്പിസോഡിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ഈ സീരീസ് ഓർഡർ അനുസരിച്ച് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്നാമത്തെ എപ്പിസോഡ്, അതായത് ഈ എപ്പിസോഡ് ആദ്യം കാണണം. കാരണം ഇതിലാണ് പ്രധാന കഥാപാത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത്. പിന്നീടുള്ള എപ്പിസോഡുകളിൽ കഥകൾ മാറുന്നുണ്ടെങ്കിലും അന്വേഷണം നടത്തുന്നത് ഇതേ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാന കഥാപാത്രമായ ക്ലീനിങ് ലേഡി എങ്ങനെയാണ് ഈ അന്വേഷണങ്ങളുടെ എല്ലാം ഭാഗമാവുന്നതെന്നും ഈ എപ്പിസോഡിലാണ് പറയുന്നത്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അതുകൊണ്ട് ഇതിൽ ഭയങ്കരമായ ത്രില്ലിംഗ് സീനുകളോ ആക്ഷൻ സീനുകളോ ഒന്നും തന്നെയില്ല. ബുദ്ധി ഉപയോഗിച്ചാണ് ഈ കേസുകളെല്ലാം തെളിയിക്കുന്നത്. അതായത് ഒരു സേതുരാമയ്യർ CBI സ്റ്റൈൽ. ഇൻവെസ്റ്റിഗേഷൻ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതൊരു ഫ്രഞ്ച് TV സീരീസിന്റെ ഇംഗ്ലീഷ് വെർഷനാണ്. അപ്പോൾ ഇന്ന് മുതൽ പറയാൻ പോകുന്ന കഥ ഇംഗ്ലീഷ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ സീരീസ് ഹൈ പൊട്ടൻഷ്യൽ. ഇന്ന് എപ്പിസോഡ് 1. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. സീരീസ് തുടങ്ങുന്നത് നമ്മുടെ കഥയിലെ നായിക മോർഗൻ ഗില്ലറി അവളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. സമയം രാത്രിയാണ്. സ്ഥലം ലോസ് ഏഞ്ചൽസ് പോലീസ് സ്റ്റേഷനിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് അവൾ. നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ടാണ് അവൾ ഇപ്പോൾ പോകുന്നത്. മോർഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ IQ വളരെ കൂടുതലാണ്. 160 ഉണ്ട്. HPI എന്ന് പറയും, ഹൈ പൊട്ടൻഷ്യൽ ഇന്റലക്ച്വൽ. അതുപോലെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസും ആണ് അവള്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി പാട്ടൊക്കെ കേട്ട് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്താണ് അവൾ ജോലി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക. ശരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ നായിക മോർഗൻ അങ്ങനെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ച് അവളുടെ ക്ലീനിങ് ജോലി ചെയ്യുന്നതിനിടയിൽ അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ബോക്സ് അറിയാതെ തട്ടി താഴെ ഇടുന്നു. ആ ബോക്സിൽ പോലീസുകാർ അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഫോട്ടോസും അതുപോലെ വേറെ കുറെ ഡീറ്റെയിൽസും. മോർഗൻ അതെല്ലാം എടുത്ത് തിരിച്ച് ആ ബോക്സിൽ വെക്കുന്നതിന്റെ ഇടയിൽ ആ ഫോട്ടോസ് എല്ലാം നോക്കുന്നു. അതിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഉണ്ട്. അയാളുടെ കൊലപാതകമാണ് പോലീസുകാർ അന്വേഷിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്ന കൊലപാതകം. മോർഗൻ ആ ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കേസ് ബോർഡിലേക്ക് നോക്കുന്നു. അവിടെയും ഫോട്ടോസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കേസിന്റെ മറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതിൽ സസ്പെക്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോട്ടോയുടെ അടിയിലായിരുന്നു. ആ ഫോട്ടോസ് എല്ലാം പരിശോധിച്ച് എന്തോ മനസ്സിലായ മോർഗൻ ആ സസ്പെക്ട് എന്ന് എഴുതിയത് വെട്ടിയിട്ട് പകരം വിക്ടിം എന്ന് എഴുതുന്നു. അതായത് പോലീസുകാർ ആ കൊല ചെയ്തു എന്ന് സംശയിക്കുന്ന ആ സ്ത്രീയല്ല കൊലപാതകി, പകരം അവൾ ഇരയാണ് എന്ന് നമ്മുടെ നായികയ്ക്ക് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വഴിയേ മനസ്സിലാവും. പിറ്റേ ദിവസം രാവിലെ ആ ഓഫീസിലേക്ക് ഓരോ ഓഫീസർമാരായി എത്തുന്നു. ഇതാണ് അവരുടെ ചീഫ്, ലഫ്റ്റനന്റ് സെലീന. ഇത് ഡാഫ്നി, അവളാണ് കമ്പ്യൂട്ടർ ഡേറ്റ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ഓസ് എന്ന ഓസ്ഡിൽ. ഓസും ഡാഫ്നിയും വർക്കിൽ പാർട്ട്നേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ, ഡിറ്റക്റ്റീവ് ആദം കാരഡക്. അവനൊരു ഹൈജീനിക് ഫ്രീക്കാണ്. എപ്പോഴും കൈയെല്ലാം വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ ചീഫ് വന്നിട്ട് കാരഡക്കിനോട് ആന്റണി അക്കോസ്റ്റയുടെ മരണം നടന്നത് വൈകിട്ട് 3-നും 5-നും ഇടയിലാണെന്ന് റിപ്പോർട്ട് വന്നതെന്ന് പറയുന്നു. മർഡർ വെപ്പൺ ഷോട്ട് ഗൺ അല്ലേ എന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ അതെന്ന് ചീഫ് കൺഫേം ചെയ്യുന്നു. അതായത് നമ്മുടെ ഈ കഥയിലെ കൊല്ലപ്പെട്ട ആളുടെ പേരാണ് ആന്റണി അക്കോസ്റ്റ. അയാൾ ഒരു കൊണ്ട് വെടിവെച്ചാണ് കൊന്നിരിക്കുന്നത്. അപ്പൊ കാരഡക്ക് ചീഫിനോട് അതുവരെ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം വിവരിക്കുന്നു. ഈ കൊലപാതകത്തിന്റെ പ്രൈമറി സസ്പെക്ട് ആന്റണി അക്കോസ്റ്റയുടെ ഭാര്യ ലിനറ്റ് അക്കോസ്റ്റയാണ്. പക്ഷെ അവളെ കാണാനില്ല. അവർക്കൊരു മകളുണ്ട്, ലെറ്റി. അവൾ വേറെ സ്ഥലത്ത് പഠിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കാരഡക്ക് തന്നെയാണ് അവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തതെന്നും പറയുന്നു. അപ്പൊ ചീഫ് നമ്മൾ എങ്ങനെയാണ് ഭാര്യ ലിനറ്റിനെ കണ്ടുപിടിക്കുക എന്ന് എല്ലാവരോടുമായിട്ട് ചോദിച്ചപ്പോൾ കാരഡക്ക് ആന്റണി അക്കോസ്റ്റയുടെ വേറെ അടുത്ത ബന്ധു എന്ന് പറയുന്നത് സഹോദരി സോഫിയാണ് എന്ന് പറഞ്ഞ് അവരുടെ കേസ് ബോർഡിലേക്ക് തിരിഞ്ഞതും അവിടെ മോർഗൻ തലേന്ന് രാത്രി സസ്പെക്ട് വെട്ടി വിക്ടിം എന്ന് എഴുതിയത് കാണുന്നു. അത് കണ്ട കാരഡക്ക് ദേഷ്യത്തിൽ ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. അപ്പോഴാണ് അവരെല്ലാവരും അത് ശ്രദ്ധിക്കുന്നത്. ആരും മറുപടി ഒന്നും പറയാത്ത കണ്ട കാരഡക്ക് ഡാഫ്നിയോട് അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാരാ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം എന്ന് പറയുന്നു. അതായത് CCTV ചെക്ക് ചെയ്ത് പറയാനാണ് അവൻ പറഞ്ഞത്. അവിടുന്ന് കാണിക്കുന്നത് മോർഗനെയാണ്. അവൾ 3 മക്കളുള്ള സിംഗിൾ മദർ ആണ്. മൂത്തയാൾ ഏവ, രണ്ടാമത്തേത് മകനാണ് എലിയറ്റ്, ഏറ്റവും ഇളയാൾ ചുച്ചുരുമണി ക്ലോയി. ഏവ മോർഗന്റെ ആദ്യത്തെ ഭർത്താവിലുള്ള മകളാണ്. ബാക്കി 2 പേര് രണ്ടാമത്തെ ഭർത്താവിലുള്ളതും. പക്ഷേ ഡിവോഴ്സ്ഡ് ആണ്. 2 ഭർത്താക്കന്മാരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം. അങ്ങനെ അവൾ കുട്ടികളുമായിട്ട് സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും കിട്ടിയ ഹൗസ് കീപ്പിംഗ് ജോലി അവൾ ചെയ്യുന്നത്. ഇപ്പൊ 3 മക്കളുമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുകയാണ് അവള്. മക്കളെടുക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ തിരിച്ചു വെക്കാൻ പറയുന്നുണ്ട് മോർഗൻ. അപ്പോൾ ഏവ ഒരു ലിപ് ഗ്ലോസ് എടുത്തപ്പോൾ അതും തിരിച്ചു വെക്കാൻ മോർഗൻ പറയുന്നുണ്ട്. അത് കേട്ട് ഏവ നിരാശയിലാകുന്നുണ്ട്. എങ്കിലും അവൾ അമ്മ കാണാതെ അത് ട്രോളിയിൽ തന്നെ വെക്കുന്നു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് കൗണ്ടറിൽ ബില്ലടിച്ച്
കഴിഞ്ഞപ്പോൾ ടോട്ടൽ എമൗണ്ട് മോർഗൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞതിലും അല്പം കൂടുതലായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ആ ക്യാഷ്യറിനോട് എടുത്ത സാധനത്തിന്റെ എല്ലാം വില ടാക്സ് അടക്കം പറഞ്ഞ് ഒന്നുകൂടെ കൂട്ടി നോക്കുന്നുണ്ട് മോർഗൻ. പിന്നെ അവൾ കുറെ ഓഫർ കൂപ്പൺ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലും ഓഫറുള്ള ഐറ്റംസും അതുപോലെ നിയർ എക്സ്പയറി ഐറ്റംസും ആണ് മോർഗൻ എടുക്കുന്നത്. നിയർ എക്സ്പയറി ഐറ്റംസിന് പകുതി പൈസ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ കഷ്ടപ്പാട് അവക്കല്ലേ അറിയുള്ളൂ. മോർഗന്റെ അതേ ഐക്യു തന്നെയാണ് മകൻ എലീറ്റിനും കിട്ടിയിരിക്കുന്നത്. വിലയൊക്കെ കൃത്യമായി അമ്മ പറയുന്നതിന്റെ ഒപ്പം അവനും മനക്കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ വീണ്ടും കൂട്ടി നോക്കിയപ്പോഴും മോർഗൻ കൂട്ടിയ കണക്ക് തന്നെയാണ് കറക്റ്റ്. പിന്നെ എങ്ങനെ ടോട്ടൽ തെറ്റിപ്പോയി എന്ന് ആലോചിച്ചപ്പോൾ അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ തിരിഞ്ഞ് ഏവയെ നോക്കുന്നു. ഏവ അപ്പോൾ പതുക്കെ പമ്മുന്നുണ്ട്. മോർഗൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗിൽ നിന്നും ഏവ അമ്മ അറിയാതെ വെച്ച ലിപ് ഗ്ലോസ് എടുക്കുന്നു. എന്നിട്ട് അതിന്റെ പൈസ മൈനസ് ചെയ്തപ്പോൾ മോർഗൻ ആദ്യം പറഞ്ഞ കറക്റ്റ് എമൗണ്ട്. അതാണ് മോർഗന്റെ ടാലന്റ്. അവൾ ആ ലിപ് ഗ്ലോസ് തിരിച്ചു കൊടുക്കുന്നു. ഏവ നിരാശയിലാവുന്നുണ്ട്, പാവം കുട്ടി. ഇതേസമയം LAPD ഓഫീസിൽ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന കാനഡാക്കും ചീഫും ഡാഫ്നിയും മോർഗൻ ഡാൻസ് കളിച്ച് ജോലി എന്ന് കാണുന്നു. ഡാഫ്നി അത് കണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ ചീഫും കാനഡാക്കും സീരിയസ് ആണ്. മോർഗനാണ് കേസ് ബോർഡിൽ എഴുതിയതെന്ന് അങ്ങനെ അവർക്ക് മനസ്സിലായി. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗനും കുട്ടികളും പർച്ചേസ് കഴിഞ്ഞ് ബസ്സിൽ തിരിച്ചു പോകുന്നതാണ്. അവൾ ആ സൂപ്പർ മാർക്കറ്റിലെ ട്രോളി കൂടി എടുത്താണ് ബസ്സിൽ കയറിയിരിക്കുന്നത്. ഏവയ്ക്ക് അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഓൾറെഡി ആ ലിപ് ഗ്ലോസ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ ദേഷ്യമുണ്ട് അവൾക്ക്. അമ്മയ്ക്കൊരു നോർമൽ ആളെ പോലെ സാധനങ്ങൾ വാങ്ങിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ പെർഫോമൻസ് കാണിക്കുന്നത് എന്ന് ഏവ അസ്വസ്ഥയോടെ ചോദിച്ചപ്പോൾ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, വന്നു പോകുന്നതാണെന്ന് മോർഗൻ പറയുന്നു. HPI ആയതുകൊണ്ട് മോർഗൻ വരുന്ന കുഴപ്പമാണത്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുന്നു. വീടിന് മുന്നിൽ വേറെയും സൂപ്പർ മാർക്കറ്റിലെ ട്രോളികളുണ്ട്. അപ്പോൾ ഇത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. പിള്ളേരെ അവളെ സഹായിക്കാതെ വീടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ഹെൻറി അപ്പൂപ്പൻ വന്ന് അവളെ ട്രോളി അകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഈ ഹെൻറി അപ്പൂപ്പനാണ് മോർഗൻ ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കുട്ടികളെ നോക്കുന്ന ബേബി സിറ്റർ. ചില സമയങ്ങളിൽ അവളുടെ രണ്ടാമത്തെ ഭർത്താവും കുട്ടികളെ നോക്കാറുണ്ട്. അവന്റെ പേര് ലുഡോ. അങ്ങനെ വീടിന്റെ അകത്തെത്തി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നതിന്റെ ഇടയിൽ ലുഡോയെ കുറിച്ച് ഹെൻറി അപ്പൂപ്പൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്, ഇപ്പോൾ ഒരുമിച്ചല്ല എന്നേ ഉള്ളൂ, ഞങ്ങൾ ശത്രുക്കളല്ല എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ എന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ എന്ന് ഹെൻറി അപ്പൂപ്പൻ ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ എപ്പോഴും ചോദിക്കും, അവന് ഏറ്റവും സങ്കടമുള്ള കാര്യം നിങ്ങളെ പിരിഞ്ഞതായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഹെൻറി അപ്പൂപ്പനെ ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് പിരിഞ്ഞത്, ലുഡോയ്ക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മോർഗൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. നിന്നെ അല്ലെങ്കിൽ ആർക്കാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഹെൻറി അപ്പൂപ്പനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഡിവോഴ്സ്ഡ് ആണെങ്കിലും മോർഗൻ ലുഡോയും ഇപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. ഒത്തുചേർന്ന് പോകില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ മാനയായിട്ട് രണ്ടായി. തമ്മിൽ ദേഷ്യം വെറുപ്പം ഒന്നുമില്ല. അപ്പോൾ വീടിന് പുറത്ത് ആരോ കഥയിൽ മുട്ടുന്ന കേട്ട് മോർഗൻ ചെന്ന് നോക്കിയപ്പോൾ അത് കാനഡാക്കും ഓസുമായിരുന്നു. അവർ അവളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾ തലേന്ന് രാത്രി ചെയ്ത കാര്യങ്ങളുടെ CCTV വിഷ്വൽസ് കാണിച്ചു കൊടുത്തിട്ട് ഒരു ക്രിമിനൽ കേസിന്റെ തെളിവുകളിൽ അനാവശ്യമായി കൈകടത്തുന്നത് ഒരു സീരിയസ് ക്രൈം ആണെന്ന് ചീഫ് പറഞ്ഞപ്പോൾ മ്യൂസിക് ചില സമയങ്ങളിൽ നമ്മളെ കൺട്രോൾ ചെയ്യും, അങ്ങനെ സംഭവിച്ചാണ്, പക്ഷെ അനാവശ്യമായി കൈകടത്തിയതല്ല, ഞാൻ അവിടെ ഒരു പ്രോബ്ലം കണ്ടു, അത് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് മോർഗൻ പറഞ്ഞപ്പോൾ അപ്പോൾ നീ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചാണ് എന്ന് കാനഡാക്ക് ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ ഒരിക്കലുമല്ല, ഞാൻ എന്തിനു നിങ്ങളെ സഹായിക്കണം, ഇത് എനിക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അതായത് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ എനിക്കത് ശരിയാക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തു എന്ന് പറയുന്നു. അത് കേട്ടവിടെ കാനഡാക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ എഴുന്നേറ്റതും ചീഫ് പെട്ടെന്ന് ആ ഫയൽ അവളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് എന്ത് മിസ്റ്റേക്കാണ് നീ കണ്ടത് എന്ന് മോർഗനോട് ചോദിക്കുന്നു. അത് കണ്ട് കാനഡാക്കും മോർഗനും ഒരു നിമിഷം ഒന്ന് വണ്ടടിക്കുന്നു. എന്നിട്ട് മോർഗൻ ആ ഫയൽ എടുത്ത് ചീഫിനോട് വിശദീകരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അയാളുടെ ഭാര്യ തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഈ ഫോട്ടോയിലെ മുറിയിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ഇതിലുള്ള സോഫയിലെ തലയണകളെല്ലാം കളർ വൈസ് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അവിടെയുള്ള ഷെൽഫ് നോക്ക്, അതും ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഓണർ അത്രയ്ക്ക് ശ്രദ്ധയോടെ വൃത്തിയായി വീട് സൂക്ഷിക്കുന്ന ആളാണ്, ഇതൊഴികെ എന്ന് പറഞ്ഞ് അവൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഈ ഫോട്ടോയിലെ എല്ലാ കർട്ടനും കെട്ടിവെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഒഴികെ. അത് സ്ട്രേഞ്ച് അല്ലേ എന്ന് മോർഗൻ ചോദിക്കുന്നു. അതായത് ആ വീടിന്റെ എല്ലാ ഭാഗവും അത്രയ്ക്ക് ശ്രദ്ധയോടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു കർട്ടൻ മാത്രം അസാൾട്ടായിട്ട് അങ്ങനെ വിട്ടിട്ട് പോകും, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മോർഗൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കർട്ടൻ ടൈബാക്ക് വേറെ എന്തിനോ വേണ്ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറെ ഒരു ഫോട്ടോ കാണിച്ച് ഈ ഫോട്ടോയിലെ കസേരയുടെ കാലിൽ മുടി ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ആരോ അവിടെ ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നീട് ഇളക്കി മാറ്റിയിട്ടുണ്ട്. ടേപ്പ് മാറി, പക്ഷെ അതിലെ പശ അവിടെ തന്നെ ഇരുന്നു, അതിലാണ് മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അത് കേട്ട് ചീഫ് കാനഡാക്കിനെ നോക്കിയപ്പോൾ അവർക്ക് ക്രൈം സീനിൽ നിന്നും ടേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവൻ പറയുന്നു. അത് കേട്ട മോർഗൻ അതിനർത്ഥം ആരെയോ ആ കർട്ടൻ ടൈ കൊണ്ട് കസേരയിൽ കൈ കെട്ടിയിരുത്തിയിട്ട് കാലുകൾ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചു. പക്ഷേ മരിച്ച ആളുടെ കയ്യിൽ പാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാളെയല്ല കസേരയിൽ കെട്ടിയിട്ടത്, പകരം വേറെ ആരോ ഒരാളെയാണ്. അപ്പോൾ അവിടെ ആ സമയം 3 പേരുണ്ടായിരുന്നു. അതായത് മരിച്ച ആന്റണി അക്കോസ്റ്റയുടെ ഭാര്യ ലിനറ്റിനെയാണ് കസേരയിൽ കെട്ടിവെച്ചത്. വെടികൊണ്ട് ആന്റണി താഴെ വീണ് കിടക്കുന്നു. 3ാമത്തെ ആളാണ് നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി എന്ന് മോർഗൻ പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ മോർഗന്റെ ഐക്യു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? ഇത് തുടക്കം മാത്രമാണ്, ഇത് ചെറുത്, ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം മോർഗൻ അവരോട്, കണ്ടില്ലേ, നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു, ഞാനത് ഫിക്സ് ചെയ്തു, അപ്പോൾ നമ്മൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സസ്പെക്റ്റിനെ കണ്ടുപിടിക്കാനുണ്ട്, എനിക്ക് ഇന്ന് തന്നെ ഒരു നിയർ എക്സ്പയറി ഹാം ഫ്രൈ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് കാരഡക്ക് ലാബ് റിസൾട്ട് വരട്ടെ, അതുവരെ നീ പറഞ്ഞത് വെറും ഊഹാപോഹം മാത്രമാണ് എന്ന് പറയുന്നു. ശരിക്കും കാരഡക്കിനെ അവൾ അവന്റെ കേസ് ബോർഡിൽ എഴുതിയതും ഇപ്പോൾ പറഞ്ഞൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ഇത്രയൊന്നും ചിന്തിച്ചിരുന്നില്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങോട്ടേക്ക് ഡാഫ്നി ഓസും വന്നിട്ട് നമുക്ക് CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, അതിൽ ഒരു സ്ത്രീ കൊല നടന്നു എന്ന് പറയുന്ന സമയത്ത് ആ വീട്ടിൽ ചെന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മോർഗൻ ആ മൂന്നാമത്തെ ആൾ എന്ന് സന്തോഷത്തോടെ പറയുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ശരിയാണ്, മൂന്നാമതൊരാൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ കാരഡക്ക് അപ്പോഴും അവളെ വിടാൻ തയ്യാറാകുന്നില്ല. അവൻ ഓസിനോട് മോർഗനെ ഹോൾഡിംഗ് സെല്ലിൽ ഇരുത്ത്, പറഞ്ഞ അത് ശരിയാണോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അത് കേട്ട് മോർഗൻ ദേഷ്യത്തിലാവുന്നു. അപ്പോൾ ചീഫ് അവളോട് നീ പറഞ്ഞ കഥ ശരിയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ അവളെ അവർ ഹോൾഡിംഗ് സെല്ലിൽ ഇരുത്തുന്നു. കാരഡക്ക് ചീഫിനോട് അല്പ അമർഷത്തോടെ എന്നു മുതലാണ് പബ്ലിക്കിന് കേസ് ഫയലൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചീഫ് അവൾ പറഞ്ഞത് എന്തെങ്കിലും നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അതിന് ഇല്ല, അവൾ പറഞ്ഞാലും ശരിയാണെങ്കിൽ എന്ന് കാരഡക്ക് പറഞ്ഞതും നമുക്കൊരു ലീഡും ഇല്ലാത്ത ഒരു കൊലപാതകം തെളിയിക്കണം എന്ന് ചീഫ് പറയുന്നു. അത് മാത്രമല്ല അവർക്ക് ഇപ്പോൾ രണ്ടാമതൊരു വിക്ടിം കൂടി ഉണ്ട്, കാണാതായ ലിനറ്റ്. മോർഗൻ അപ്പോഴും സെല്ലിൽ തന്നെയാണ്. അപ്പോൾ ആന്റണി അക്കോസ്റ്റയുടെ വീട്ടിലെ CCTV ഫുട്ടേജ് പരിശോധിച്ച് ഡാഫ്നി അതിലൊരു സ്ത്രീ ഡോർബെൽ അടിക്കുന്ന വീഡിയോ കാണുന്നു. അവിടേക്ക് വാതിലിന് മുമ്പിലും ക്യാമറ ഉണ്ട്. അപ്പോൾ അത് ആരാണെന്ന് അറിഞ്ഞു എന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഡാഫ്നി അവളുടെ പേര് ലിഷ്ക ഷെങ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ ലിനറ്റിന്റെ ഒരു ക്ലയന്റിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ലിനറ്റ് ഒരു ഡിഫൻസ് ലോയർ ആണ്. ആ കേസിൽ ലിനറ്റ് ജയിച്ചു. പക്ഷേ ലിഷ്ക അതോടെ ദേഷ്യത്തിലായി. അവൾ ലിനറ്റിന് ഭീഷണി ഇമെയിലൊക്കെ അയക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ലിഷ്കയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. അപ്പോൾ ലിഷ്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിഷ്ക കേസ് കൊടുത്തത് അവളുടെ ബോസിനെതിരെയായിരുന്നു. അയാളുടെ പേര് ബ്രയൻ ഡയമണ്ട്. അയാൾ ലിഷ്കയെ മാസങ്ങളായി അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു രാത്രി ഡയമണ്ട് അവളെ ഓഫീസിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. ലിഷ്ക അത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പക്ഷെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഡയമണ്ടിനെതിരെ കേസൊന്നും എടുത്തില്ല. അങ്ങനെയാണ് ലിഷ്ക അയാളെ നേരിട്ട് കോടതി കയറ്റിയത്. പക്ഷെ ആ കേസ് അവൾ തോറ്റു. ഡയമണ്ടിന് വേണ്ടി വാദിച്ചത് ലിനറ്റും. അപ്പൊ അതുകൊണ്ടാണോ ലിനറ്റിനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ലിനറ്റിനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ല, പകരം ചോദ്യം ചെയ്യാണ് ചെയ്തത്. ഒരു വിക്ടിമായി എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ച് എന്ന് ലിഷ്ക പറയുന്നു. അപ്പൊ കാരഡക് നീ ഇന്നലെ ലിനറ്റിന്റെ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലിഷ്ക പറയുന്നത് അവൾ ഇന്നലെ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു, ലിനറ്റിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്നാണ്. പക്ഷെ കാരഡക്ക് ലിഷ്ക ഡോർബെൽ അടിക്കുന്ന വീഡിയോ എടുത്ത് കാണിച്ച് നീ വന്ന അരമണിക്കൂർ കഴിഞ്ഞ് ആന്റണി അക്കോസ്റ്റ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ലിഷ്ക കൺഫ്യൂഷനായി ഒരിക്കലുമില്ല, ഞാൻ ഇന്നലെ അവിടെ പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഫുൾ ടൈം ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനാരെങ്കിലും സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ലിഷ്ക പറയുന്നു. അവിടുന്ന് കാണിക്കുന്നത് സെല്ലിലിരിക്കുന്ന മോർഗനാണ്. അപ്പോൾ ഓസ് മോർഗന്റെ അടുത്തേക്ക് വന്ന് 1-2 പേപ്പറിൽ ഒപ്പിട്ടിട്ട് നിനക്ക് പോകാം എന്ന് പറയുന്നു. കാരണം മൂന്നാമതൊരാളാണ് കൊലയാളി എന്ന് അവർ പറഞ്ഞതുപോലെ ഇപ്പൊ അവർക്കൊരു സസ്പെക്റ്റിനെ കിട്ടി, ലിഷ്ക. അതുകൊണ്ടാണ് അവളെ വിടുന്നത്. അങ്ങനെ മോർഗൻ ഒപ്പിടാൻ പോകുന്ന വഴിക്ക് കാരഡക്കും ചീഫും ലിഷ്കയുടെ വീഡിയോ വെച്ചിട്ട് സംസാരിക്കുന്ന അവൾ കാണുന്നു. അവൾ ആ വീഡിയോയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ കാരഡക്ക് പറയാണ് ലിഷ്കയ്ക്ക് ലിനറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഇന്നലത്തെ ദിവസത്തെ കുറിച്ച് അവൾക്ക് ആലിബൈ ഒന്നുമില്ല. ആലിബൈ എന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്ന സമയത്ത് താൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ്. അത് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവ് ആയാലും മതി, അതാണ് ആലിബൈ. ഈ പേരൊന്ന് ഓർത്തു വെച്ചോ. ലിഷ്ക വീട്ടിൽ തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു തെളിവും അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലിഷ്കയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും മറ്റ് പേപ്പർ വർക്കുകൾ ആരംഭിക്കാനും ചീഫ് ഡാഫ്നിയോട് പറയുന്നു. അപ്പൊ മോർഗൻ പെട്ടെന്ന് ആ വീഡിയോയിലുള്ള ഡേറ്റ് തെറ്റാണെന്ന് പറയുന്നു. അത് കേട്ട് വീണ്ടും അസ്വസ്ഥനായ കാരഡക്ക് ഇത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് ദേഷ്യത്തിൽ ആ പേന മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും ചീഫ് കേട്ടുന്ന അവളോട് നീ എന്താണ് പറഞ്ഞു വന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ മോർഗൻ ആ വീഡിയോയിലെ മരങ്ങളിലേക്ക് നോക്ക്, കാറ്റ് വീശുന്നത് തെക്ക് നിന്നും വടക്കോട്ടാണ്. ലോസ് ഏഞ്ചൽസിൽ സമ്മർ സീസണിൽ, അതായത് ചൂടുകാലത്താണ് കാറ്റ് തെക്ക് നിന്നും വീശുന്നത്. അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. പിന്നെ വരുന്നത് ഫാൾ, അതായത് ശരത്കാലം. ഇപ്പോൾ അവിടെ ഫാൾ സീസൺ ആണ്. അപ്പോൾ കാറ്റ് ഗതി മാറി വടക്ക് നിന്നും വീശാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വീഡിയോ മാസങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് മോർഗൻ പറയുന്നു. അപ്പൊ കാരഡക്ക് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് വീഡിയോയിൽ ഏത് ദിശയിലാണ് കാറ്റടിക്കുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾ ശരിക്കും ആ വീഡിയോ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിച്ചിട്ട് വീഡിയോയിൽ ലിഷ്കയുടെ ബാക്കിലായിട്ട് ഒരു ചർച്ച് കാണാം. പള്ളികൾ കിഴക്ക് ഫേസ് ചെയ്തായിരിക്കും നിർമ്മിക്കുക എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ എല്ലാ പള്ളികളും കിഴക്ക് ഫേസ് ചെയ്താണോ, അതുപോലെ കാറ്റ് ദിശ മാറി അടിക്കാൻ സാധ്യതയില്ല എന്ന് ചീഫ് ചോദിച്ചപ്പോൾ 1800-കളിൽ കാത്തലിക് പള്ളികൾ എപ്പോഴും കിഴക്ക് ഫേസ് ആയിരിക്കും നിർമ്മിക്കുക എന്ന് മോർഗൻ പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഉറപ്പായിട്ടും കാറ്റ് വടക്ക് നിന്നാണ് വീശിയതെന്ന് അവൾ ഉറപ്പ് പറയുന്നു. കാരണം തലേന്ന് കാറ്റടിച്ച് അവളുടെ മേലേക്ക് കയ്യിലിരുന്ന ചായ മറിഞ്ഞു വീണിരുന്നു. അതാണ് അവൾക്ക് അത്രയ്ക്ക് ഉറപ്പ്. അപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് അവൾ പറഞ്ഞ 2 കാര്യം സത്യമാണെന്ന് ഡാഫ്നി ഉറപ്പിക്കുന്നു. അപ്പോൾ ആരോ വീഡിയോ മാറ്റിയെന്ന് കാരഡക്ക് പറയുന്നു. മോർഗൻ ഒന്ന് ചിരിച്ചിട്ട് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അവളുടെ പുറകെ ചെന്ന ചീഫ് നീ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മോർഗൻ ഞാൻ അധികം ഉറങ്ങാറില്ല, ഒരുപാട് ഡോക്യുമെന്ററികൾ കാണാറുണ്ട്, അങ്ങനെയാണെന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല എന്ന് അവൾ പറഞ്ഞത് വിശ്വസിക്കാതെ ചീഫ് പറയുന്നു. അപ്പോൾ മോർഗൻ എന്റെ ഐക്യു 160 അതും ഒരു കാരണമായിരിക്കും എന്ന് അവൾ പറയുന്നു. അപ്പോൾ ചീഫ് എനിക്കും ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ആളുകളെ അറിയാം, പക്ഷെ നീ അവരെ പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ ടെക്നിക്കലായിട്ട് ഇതിന് പറയുന്ന പേര് ഹൈ പൊട്ടൻഷ്യൽ ഇന്റലക്ച്വൽ എന്നാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധി
ബുദ്ധിപരമായ ക്രിയേറ്റിവിറ്റി, അതുപോലെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഇതൊക്കെ കൂടുതലുണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് അല്ലേ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ മോർഗൻ ഒരിക്കലുമല്ല, എനിക്കൊരു ചെറിയ കാര്യത്തിന് പോലും അമിതമായ ആവേശമാണ്. എന്റെ മൈൻഡ് എപ്പോഴും കൈവിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലിയോ റിലേഷനോ അധികം നാൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ തന്നെ നോക്ക്, ഒരു സംഭാഷണം പോലും ഇതൊരിക്കലും ഒരു ഗിഫ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ അവൾക്ക് ഇത്ര ഐക്യം ഉണ്ടായിട്ടും, അതായത് അവൾ ഇത്ര ഇന്റലിജന്റ് ആയിട്ടും എന്തുകൊണ്ടാണ് ഒരു നല്ല ജോലി ഇല്ലാത്തതും അവൾ ഡിവോഴ്സ് ആയത് എന്നൊക്കെ. അങ്ങനെ മോർഗൻ സ്റ്റേഷന് പുറത്തു വരുന്നു. അവിടെ അവളുടെ എക്സ് ഹസ്ബൻഡ് ലുഡോ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മകൻ എലിയറ്റ് ആണ് അമ്മയെ അറസ്റ്റ് ചെയ്ത കാര്യം അച്ഛനെ വിളിച്ച് പറഞ്ഞത്. ലുഡോയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കലാണ് ജോലി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടുവരുന്നതിന്റെ ഇടയിൽ അവിടെ വന്നിരുന്ന 2 പോലീസുകാർ വെറുതെ അവർ ചൊറിയുന്നു. ദേഷ്യം വന്ന മോർഗൻ അവളുടെ ബാഗ് വെച്ച് പോലീസുകാരൻ അടിക്കുന്നു. അങ്ങനെ വീണ്ടും അവൾ അകത്താവുന്നു. ഇത്തവണ ലുഡോ കൂടി പെട്ടു എന്ന് മാത്രം. അവിടെ നിന്ന് കാണിക്കുന്നത് കൊല്ലപ്പെട്ട ആന്റണി അക്കോസ്റ്റയുടെ മകൾ ലെറ്റിയെ കാത്തു നിൽക്കുന്ന കാരഡക്കിനാണ്. അവൾ വരുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. ലെറ്റി വന്നപ്പോൾ അവൻ സ്വയം പരിചയപ്പെടുത്തി അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ലെറ്റി ചോദിച്ചപ്പോൾ അറിയില്ല, പക്ഷേ അവളെ കണ്ടു കിട്ടുന്നവരെ എന്റെ അന്വേഷണം ഞാൻ നിർത്തില്ല, അതിനെനിക്ക് നിന്റെ സഹായം വേണം, നിനക്കറിയാവുന്ന എല്ലാം പറയാൻ കാരഡക്ക് പറയുന്നു. അപ്പോൾ ലെറ്റി അമ്മ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം അമ്മയുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ആത്മഹത്യ ചെയ്തിരുന്നു. അമ്മയ്ക്ക് അതിലെന്തോ കുറ്റബോധം ഉണ്ടായിരുന്നു. അവർ അമ്മയ്ക്ക് എന്തോ ഒരു കത്ത് എഴുതിയിരുന്നു. അതിനുശേഷം മുതൽ അമ്മ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരായിരുന്നു ആ സ്റ്റാഫ്, ആ കത്ത് എന്തായിരുന്നു എന്ന് കാരഡക്ക് ചോദിക്കുന്നു. പക്ഷേ ലെറ്റിക്ക് ആ സ്റ്റാഫിനെ കുറിച്ചും കത്തിനെ കുറിച്ചും കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ആകെ അവരുടെ ഫസ്റ്റ് നെയിം മാത്രം അറിയാം, സാറ. അപ്പോൾ ആ കത്ത് അമ്മ സൂക്ഷിക്കാൻ ചാൻസ് ഉള്ള സ്ഥലം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അത് വീട്ടിലില്ലെങ്കിൽ ഓഫീസിലായിരിക്കും എന്ന് ലെറ്റി പറയുന്നു. കാരഡക്ക് നേരെ ചീഫിന്റെ അടുത്തെത്തി ലിനറ്റിന്റെ ഓഫീസ് പരിശോധിക്കാനുള്ള വാറന്റ് മേടിച്ചുതരാൻ പറ്റുമോ എന്ന് ശ്രമിച്ചെങ്കിലും ലിനറ്റ് ഒരു ഡിഫൻസ് ലോവർ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല. അപ്പൊ കാരഡക്ക് ഞാൻ അവരുടെ ഓഫീസിൽ പോയി കാല് പിടിക്കാം, എങ്ങനെയെങ്കിലും പെർമിഷൻ കിട്ടാനായിട്ട് എന്ന് പറഞ്ഞെങ്കിലും ചീഫ് അത് സമ്മതിക്കുന്നില്ല. പക്ഷെ വേറെ വഴിയില്ലെന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ ചീഫ് ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് മോർഗനെ കൂടി കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. അത് കേട്ട് കാരഡക്കിന് വീണ്ടും ദേഷ്യം വന്നെങ്കിലും അവൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ചീഫ് അവൾ ഇത്ര നേരം ചെയ്ത് തന്നെ എന്റെ ഡിറ്റക്റ്റീവ്സിനോ എന്തിന് ഞാൻ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചത്, അവളില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ലിനറ്റിനെ പ്രൈമറി സസ്പെക്ട് ആയിട്ട് കണ്ടോണ്ടിരുന്നേനെ എന്ന് പറഞ്ഞപ്പോൾ കാരഡക്കിന് വേറെ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോർഗനെ കാണിക്കുമ്പോൾ അവളിപ്പോ സെല്ലിലല്ല സ്റ്റേഷന് പുറത്ത് നിൽക്കുകയാണ്. ഹെൻറി അപ്പൂപ്പനെ വിളിച്ച് ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആവും, പിള്ളേരൊന്ന് നോക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൻറി അപ്പൂപ്പൻ അത് സമ്മതിക്കുന്നു. അവൾ അപ്പൂപ്പന് താങ്ക്സ് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് നോക്കുമ്പോൾ ലെറ്റി അവിടെ ഇരിക്കുന്നത് കാണുന്നു. മോർഗൻ അവളുടെ ഫോട്ടോ നേരത്തെ കണ്ടിരുന്നല്ലോ, അതുകൊണ്ട് അവൾക്കത് മരിച്ച ആന്റണിയുടെ മകളാണെന്ന് മനസ്സിലായി. മോർഗൻ നേരെ അവളുടെ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ലെറ്റി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. അച്ഛൻ മരിച്ചുപോയി, അമ്മയെ കാണാനില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് പാവം കുട്ടി. മോർഗൻ പതുക്കെ അവളുടെ അടുത്ത് നിന്നിട്ട് അമ്മയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ലെറ്റി അവളുടെ ഫോണിലുണ്ടായിരുന്ന ലിനറ്റിന്റെ ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു. അതിലൊരെണ്ണം 2 ദിവസം മുമ്പ് ലിനറ്റ് അയച്ചു കൊടുത്താണെന്ന് പറഞ്ഞ് ലെറ്റി കാണിച്ചു കൊടുക്കുന്നു. ലിനറ്റ് ഒരു ഫ്ലവർ വേസിന് അടുത്ത് നിന്ന് എടുത്ത ഫോട്ടോ ഇരുന്നത്. അപ്പോൾ മോർഗൻ ലെറ്റിയോട് ഇപ്പൊ നീ അമ്മയെ കാണാതാ എന്നുള്ള ഓർമ്മകൾ മറക്കണം, അതിന് അമ്മയുടെ ചിരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇഷ്ട ഭക്ഷണങ്ങളെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് മൈൻഡ് ഡൈവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മയെ കണ്ടുപിടിക്കുന്നവരെ നിനക്കാകെ ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ലെറ്റി മോർഗന്റെ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉവ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വന്ന് ലെറ്റിയോട് അവർ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ലെറ്റി അങ്ങോട്ട് പോകാൻ എഴുന്നേറ്റിട്ട് തിരിഞ്ഞ് മോർഗനോട് അവരെ കണ്ടുപിടിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ലെറ്റി മോർഗനോട് സോറി പറഞ്ഞിട്ട് പോകുന്നു. മോർഗന്റെ ആരെയാണ് കാണാതെ പോയതെന്ന് കുറച്ച് കഴിഞ്ഞ് പറയും. അപ്പൊ ചീഫ് അങ്ങോട്ട് വന്നിട്ട് മോർഗനോട് അവൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കൂടി 6 മാസം തടവും പിന്നെ പിഴയും അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ പേടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്റെ സഹായം വേണമെങ്കിൽ മാന്യമായിട്ട് നേരിട്ട് ചോദിക്കുക, എന്തിനാണ് ഈ വളഞ്ഞ വഴി എന്ന് ചോദിച്ചപ്പോൾ ചീഫ് അവളോട് ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, എനിക്ക് നിന്റെ സഹായം വേണമെന്ന് പറയുന്നു. അപ്പോൾ മോർഗൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന ലെറ്റിയെ നോക്കിയിട്ട് ചീഫിനോട് ഓക്കെ പറയുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് കാരഡക്ക് മോർഗന് കേസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആന്റണി അക്കോസ്റ്റ ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. ഭാര്യ ലിനറ്റിനെ അവസാനമായി കണ്ടത് 2 ദിവസം മുമ്പ് അവളുടെ ഓഫീസിലാണ്. അവരുടെ മകൾ ലെറ്റി പറയുന്നത് സാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കത്ത് ലിനറ്റിന് കൊടുത്തിരുന്നു. അതിനുശേഷം അവർ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ആ കത്തിനെ കുറിച്ച് ലിനറ്റിന്റെ ഓഫീസിൽ അന്വേഷിക്കും, പക്ഷെ അത് ലിനറ്റിന്റെ എന്ന് പറഞ്ഞതും ബാക്കി മോർഗൻ പറയുന്നു ലിനറ്റിന്റെ സഹോദരിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം, കാരണം അവളാണ് ലിനറ്റിനെ അവസാനമായിട്ട് കണ്ടതെന്ന്. അത് അവൾ മനസ്സിലാക്കിയത് ആ കേസ് ബോർഡിൽ നിന്നാണ്. അതുപോലെ ആ കേസ് ബോർഡ് തയ്യാറാക്കിയത് ആ മൂലക്കിരിക്കുന്ന ചേട്ടനാണ് എന്നും പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് പോകുന്നു. അവൾ അതും കണ്ടുപിടിച്ച് അവിടെ നിന്ന് അവർ ലെറ്റിയെയും കൊണ്ട് ചെല്ലുന്നത് ലിനറ്റിന്റെ സഹോദരി സോഫിയയുടെ അടുത്തേക്കാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കാരഡക്ക് മോർഗനോട് നീ അവിടെ ചെന്ന് ഒന്നും പറയരുത്, തുടരുത്, ചുരുക്കി പറഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യരുത് എന്ന് പറയുന്നു. വീടിനകത്ത് നിന്ന് ലെറ്റി ആന്റിയെ കെട്ടിപ്പിടിക്കുന്നു. അവളോട് അകത്തെ മുറിയിലേക്ക് പൊക്കോളം സോഫിയ പറയുന്നു. ലെറ്റി അകത്തേക്ക് പോകുന്നു. അപ്പൊ മോർഗൻ അവിടെ ആകെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. സോഫിയ എന്തോ നോട്ട്സ് തയ്യാറാക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. മേശപ്പുറത്ത് ലാപ്ടോപ്പും പേനയും പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കാരഡക്ക് സോഫിയോട് സാറ എന്ന് പറയുന്ന ആരെക്കുറിച്ചെങ്കിലും
ആരെങ്കിലും ലിനറ്റ് പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടോ? അവർ അടുത്തിടെ ആത്മഹത്യ ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അറിയില്ലെന്ന് സോഫി പറയുന്നു. മോർഗൻ ഈ സമയം അവിടെ ഷെൽഫിലുണ്ടായിരുന്ന സുവനീർ പോലെയുള്ള ചെറിയ ശില്പങ്ങളൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു. അത് കണ്ട സോഫിയ മോർഗനോട് ക്ഷമിക്കണം, അത് താഴെ വെക്കാമോ, പൊട്ടുന്നതാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പൊ മോർഗൻ ഒന്നും പറയാതെ അത് തിരിച്ചു വെച്ചിട്ട് ലിനറ്റ് സാറയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചിട്ട് സ്വന്തം സഹോദരിക്ക് ഒരാൾ ഒരു കത്ത് കൊടുക്കുന്നു. അതിനുശേഷം അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. പിന്നീട് കത്ത് കൊടുത്താൽ ആത്മഹത്യ ചെയ്യുന്നു. ഇത്രയും സംഭവിച്ചിട്ടും അവൾ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ സോഫി പെട്ടെന്ന് മോർഗൻ ആരാണെന്ന് കാരഡക്കിനോട് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ ഒരു കൺസൾട്ടന്റ് ആണെന്ന് കാരഡക്ക് മറുപടി പറയുന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്നാണ് അവസാനമായിട്ട് സംസാരിച്ചെന്ന് സോഫിയോട് ചോദിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്, എന്റെ പ്രസന്റേഷന് ലിനറ്റ് വിഷ് ചെയ്തിരുന്നു എന്ന് സോഫി മറുപടി പറയുന്നു. അപ്പൊ നീ ഒരു ബയോളജിസ്റ്റ് ആണോ എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ അത് എന്ന് സോഫി പറയുന്നു. അത് അവൾ എഴുതിക്കൊണ്ടിരുന്ന നോട്ട്സ് കണ്ടിട്ട് മോർഗൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് 3-നും 5-നും ഇടയിൽ നീ പ്രസന്റേഷനിലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് പെട്ടെന്ന് മോർഗനെ തടയുന്നു. അപ്പോൾ മോർഗൻ കാരഡക്കിനോട് ഞാൻ അവളുടെ ആലിബയാണ് ചോദിച്ചത്, നീ ഇത് ഇതിനു മുമ്പ് ചെയ്യാത്ത പോലെ തോന്നുമല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. പക്ഷെ പുറത്തു വന്ന കാരഡക്ക് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അവൻ മോർഗനോട് സാക്ഷികളോട് അല്പം മര്യാദ കാണിക്കും, പ്രത്യേകിച്ച് മരിച്ചുപോയവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ അവൾ സാറയെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലേ? ഉദാഹരണത്തിന് നമ്മൾ തമ്മിൽ ഇപ്പോൾ ആകെ കുറച്ച് മണിക്കൂർ മാത്രമേ പരിചയമുള്ളൂ, എങ്കിൽ കൂടി നീ ഇപ്പോൾ മരിച്ചുപോയാൽ ഞാനത് മറ്റുള്ളവരോട് പറയുമെന്ന് പറയുന്നു. ഒരുമാതിരി ഉദാഹരണമായി പോയത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഓസ് സാറ കൊടുത്തു എന്ന് പറയുന്ന കത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ കാരഡക്ക് മോർഗനോട് അത് ഞങ്ങൾ അന്വേഷിക്കാം, അതുവരെ നീ കാറിന്റെ അകത്ത് ഇരിക്കുമെന്ന് പറഞ്ഞ് കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നു. അപ്പൊ മോർഗൻ ഓസിനോട് ഇപ്പൊ ഞാൻ ഈ കാറിന്റെ അകത്ത് കയറിയാൽ ഇവൻ എന്നെ ലോക്ക് ചെയ്യും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ സാധ്യത ഇല്ലാതില്ല എന്ന് ഓസ് പറയുന്നു. അത് കേട്ട് മോർഗൻ ദേഷ്യത്തിൽ നിനക്ക് എന്റെ സഹായം വേണോ വേണ്ടയോ എന്ന് കാരഡക്കിനോട് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അവൻ പറയുന്നു. അത് കേട്ട് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ കാരഡക്ക് ഓസിനോട് എന്തായാലും നീ സോഫിയയുടെ ആലിബായി അവളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അന്വേഷിക്കുക, ഞാൻ ലിനറ്റിന്റെ ഓഫീസിൽ പരിശോധിക്കാൻ പെർമിഷൻ കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറയുന്നു. അപ്പൊ മോർഗന്റെ കാര്യമോ എന്ന് ഓസ് ചോദിച്ചപ്പോൾ അതിന് നമ്മുടെ പ്രശ്നമേ അല്ലെന്ന് കാരഡക്ക് പറയുന്നു. അവനല്ലെങ്കിലും മോർഗനെ കൂടെ കൂട്ടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നല്ലോ, ചീഫ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കൂടെ കൊണ്ടുവന്നത്. അവളായിട്ട് പോയതിൽ അവന് സന്തോഷമേ ഉള്ളൂ. എന്തായാലും കാരഡക്ക് നേരെ വാക്കർ എന്ന് പറഞ്ഞ ലിനറ്റിന്റെ ഹെഡിനെ കണ്ട് ഓഫീസ് സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ അയാൾ അത് സമ്മതിക്കുന്നില്ല. വാറന്റ് ആയിട്ട് വന്നാൽ സഹായിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കാരഡക്ക് അല്പം ദേഷ്യത്തിൽ വാഷ്റൂമിൽ വന്ന് കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഹൈജീൻ വല്ലാതെ നോക്കുന്ന ഒരാളാണെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും മോർഗൻ വന്ന് അവനെ വിളിക്കുന്നു. കാരഡക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവളെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ കാരഡക്ക് കൈ കഴുകാൻ അങ്ങോട്ട് വരുമെന്ന് അവൾക്കറിയായിരുന്നു. അതാണ് അവൾ അവിടെ അവനെ കാത്തിരുന്നത്. ഇനി എന്താണ് കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് സാറ എഴുതിയെന്ന് പറയപ്പെടുന്ന ആ കത്ത് കിട്ടി. ഇപ്പൊ നിനക്കിത് എങ്ങനെ കിട്ടിയെന്ന് കാരഡക്ക് ചോദിച്ചപ്പോൾ അവളത് അടിച്ചു മാറ്റിയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ വേഷം കെട്ടി ഓഫീസിൽ കയറി. അവൾ ആ ജോലി ചെയ്തിരുന്നതുകൊണ്ട് അവൾക്കത് ഈസി ആയിരുന്നു. ലിനറ്റിന്റെ ഓഫീസിൽ ഒരു ഹിഡൻ ലോക്കർ ഉണ്ടായിരുന്നു. അതിന്റെ പാസ്വേഡ് മോർഗൻ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിലായിരുന്നു ആ കത്ത്. ആ കത്തിൽ പറയുന്നത് സാറ ഡയമന്റെ കേസിൽ ലിനറ്റിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഡയമണ്ട് സാറയെയും പീഡിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഡയമണ്ടിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് ലിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നതായിരുന്നു. അതാണ് സാറയുടെ ഈ കത്ത് ലഭിച്ചതിന് ശേഷം ലിനറ്റ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയത്. ഇത് ഡയമണ്ട് മനസ്സിലാക്കിയപ്പോൾ അവനെതിരെ ലിനറ്റ് തിരിയുമോ എന്ന് സംശയിച്ച് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ മോട്ടീവ് കിട്ടിയില്ലേ, ഇനി അവൻ അറസ്റ്റ് ചെയ്യാൻ മോർഗൻ കാരഡക്കിനോട് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെടുന്നു. കാരണം അവൾ ചെയ്തിരിക്കുന്നതും ഒരു ക്രൈമാണ്, മോഷണം. മാത്രമല്ല ആ കത്തിൽ ഡയമണ്ട് കൊല ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒന്നും തന്നെയില്ല. കോടതിയിൽ ആ കത്ത് കൊടുത്താലും അത് നിലനിൽക്കില്ല, കാരണം അത് മോഷ്ടിച്ചുകൊണ്ട് വന്നാണ്. പിന്നെ അത് സാറ ലിനറ്റിന് എഴുതിയതാണെന്ന് വേറെ തെളിയിക്കേണ്ടി വരും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് കാരഡക്ക് ആ കത്ത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം അവളോട് അത് മര്യാദയ്ക്ക് എഴുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കാൻ പറയുകയാണ്. നീ എങ്ങാനും പിടിക്കപ്പെട്ടാൽ ഞാൻ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യുന്ന അവൻ മോർഗനോട് പറയുന്നു. മോർഗൻ ആ കത്ത് വാങ്ങിച്ചിട്ട് അപ്പോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഡയമണ്ടിനോട് സംസാരിക്കാൻ പോകുകയാണെന്ന് പറയുന്നു. അത് കേട്ട് അവൾ ചിരിക്കുന്നു. അതായത് അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷേ വളരെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് കാരഡക്ക്. നിയമം വിട്ടിട്ടുള്ള ഒരു കളിക്ക് അവനില്ല. ഹീസ് എ ജെന്റിൽമാൻ. അങ്ങനെ ഡയമണ്ടിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ലിഷ്കയുമായിട്ടുള്ള കേസിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം സാറയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നു. ഇതേസമയം ആ ഇന്ററോഗേഷൻ മോർഗനും ഓസും പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഓസ് ഡാഫ്നിയെ ഫോണിൽ വിളിച്ചിട്ട് ഡയമണ്ടിന്റെ കൊല നടന്ന ദിവസത്തെ ആലിബ എന്താണെന്ന് നോക്കാൻ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ഡാഫ്നി അത് ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഡയമണ്ട് അന്നേ ദിവസം ഈ പരിസരത്ത് എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല, അവൻ ഫൊണ്ടാന എന്ന സ്ഥലത്തായിരുന്നു എന്ന്. പക്ഷേ മോർഗൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡയമണ്ടിനെ പോലെ ഒരാള് ഫൊണ്ടാനയിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, എന്തായാലും കൊല നടന്ന ദിവസം അവനിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓസ് പറഞ്ഞപ്പോൾ മോർഗൻ അവനോട് ഡയമണ്ടിനെ ശ്രദ്ധിക്കാൻ പറയുന്നു. എന്നിട്ട് ഡയമണ്ട് ഇട്ടിരിക്കുന്നത് വില കൂടിയ ഇറ്റാലിയൻ ഹാൻഡ് മെയ്ഡ് ഷൂ ആണ്. അതുപോലെ അവന്റെ വാച്ച് നോക്ക്, അതും വില കൂടിയതാണ്. അങ്ങനെയുള്ള ഒരാള് ഫോണ്ടാന പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി എന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതായത് ഈ ഫോണ്ടാന അത്ര വലിയ സിറ്റി ഒന്നുമല്ല, പ്രത്യേകിച്ച് പണക്കാരൊന്നും അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. 2 കാരണം കൊണ്ട് അങ്ങോട്ട് പോകാം. ഒന്ന് വാട്ടർ പാർക്കിൽ കളിക്കാൻ, അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ബർത്ത്ഡേ പാർട്ടിക്ക്. അത്രയ്ക്കും ചീപ്പാണ് ഫോണ്ടാന. അതാണ് മോർഗൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഡയമണ്ടിനെ പോലെ ഒരു പണക്കാരൻ പോകുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ടും അല്ലാതെ വേറെ 1000 കാരണങ്ങൾ ഉണ്ടാവില്ലേ ഒരാൾക്ക് ഫോണ്ടാനയിൽ പോകാൻ എന്ന് ഓസ് ചോദിച്ചപ്പോൾ എങ്കിൽ ഡയമണ്ടിനോട് തന്നെ ചോദിക്കാൻ കാരഡക്കിനോട് പറയാൻ അവൾ പറയുന്നു. ഇതേസമയം ഡയമണ്ട് കാരഡക്കിനോട് നിങ്ങൾ എന്റെ അഡ്വക്കേറ്റും സുഹൃത്തുമായ ലിനറ്റിനെ കുറിച്ച് ചോദിക്കാനാണ്
ഉദ്ദേശത്തിലാണ് എന്നെ വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇതേസമയം പുറത്ത് ഓഫീസിൽ ഡയമണ്ട് അഡ്വക്കേറ്റ്, അതായത് ലിനറ്റിന്റെ ഹെഡ് വാക്കർ, അങ്ങോട്ട് പാഞ്ഞു വന്ന് ചീഫിനോട് ചൂടാവുന്നു. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ക്ലയന്റിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു. അവിടെയൊക്കെ ഇവിടത്തെ പോലെ തെളിവില്ലാതെ ചുമ്മാ ഒരാളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു ലോയർ ഒപ്പം ഉണ്ടാവണം. ചീഫ് ആണെങ്കിൽ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം പ്രശ്നമായാൽ ചീഫിനും പണി കിട്ടും. അപ്പൊ വോക്കർ നേരെ ഡയമണ്ട് അടുത്തെത്തി ഇനി ഒരക്ഷരം അവരോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു വന്നു. ചീഫാണെങ്കിൽ വല്ലാതെ ദേഷ്യത്തിലാണ്. മോർഗൻ വേഷം മാറി അഡ്വക്കേറ്റ് ഓഫീസിൽ കയറിയത് അവർ അറിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ചീഫ് കാരഡക്കിനോട് ചൂടാവുന്നു. അവൻ കലിപ്പിൽ പുറത്തു വന്നപ്പോൾ മോർഗൻ ഓടി അവന്റെ പുറകെ എത്തി. ഡയമണ്ട് കൊല നടന്ന ദിവസം ഫോണ്ടാനയിലായിരുന്നു, അവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കാൻ പറയുന്നു. അവള് കാരനാണ് കാരഡക്ക് ആവശ്യമില്ലാതെ ചീത്ത കേട്ടത്. ആ ദേഷ്യത്തിലാണ് അവൻ. അപ്പോഴാണ് അവൾ അടുത്ത കാര്യം പറഞ്ഞുകൊണ്ട് എത്തുന്നത്. അവൻ ദേഷ്യത്തിൽ, നീ ജയിലിൽ പോകാത്തതിനെ ഭാഗ്യമായി കൂട്ടിക്കും, ഇത് നിന്നെ കൊണ്ട് പറ്റിയ പണിയല്ല, നീ നിന്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വെക്കോ, ഇത് ഞങ്ങൾ പ്രൊഫഷണൽസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അത് കേട്ട് മോർഗൻ ചെറുതായിട്ടൊന്ന് സങ്കടത്തിലാവുന്നുണ്ട്. അവിടുന്ന് കാണിക്കുന്നത് മോർഗന്റെ വീടാണ്. രാത്രിയായി. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് രാവിലെ അവളെ കൊണ്ടുപോയതാണ്. ഉറക്കം വരില്ല എന്ന് ചിന്തിക്കണ്ട, അതിനുള്ള ഉത്തരം അവൾ ആദ്യമേ ചീഫിനോട് പറഞ്ഞ ഓർമ്മയില്ലേ. അവൾ അത് ഉറങ്ങാറില്ല, ഡോക്യുമെന്ററിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ മകൾ ഏവയ്ക്ക് എന്തോ ഒരു സങ്കടം പോലെ. അത് മോർഗൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ബെഡ്റൂമിൽ വെച്ച് മോർഗൻ ഏവയുടെ എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അമ്മയുടെ ഒരു കഴിവും കിട്ടിയിട്ടില്ല. മകൻ എലിയറ്റിനാണ് മോർഗന്റെ കഴിവെല്ലാം ഉള്ളത്. അതാണ് അവളുടെ സങ്കടം. എലിയറ്റിനും ഭയങ്കര മെമ്മറി പവറും അറിവുണ്ട്. പക്ഷെ മോർഗൻ ഏവയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്കും എന്റെ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, എന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ ഫാഷൻ സെൻസ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതല്ല അവളുടെ വേഴ്സ്റ്റ് ക്വാളിറ്റി ആണെന്നാണ് ഏവ പറയുന്നത്. ശരിക്കും ഏവ അവളുടെ അച്ഛനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ടില്ല. ഏവയ്ക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ പോയതാണ്. പക്ഷെ നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് മോർഗൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നെ ഇട്ടിട്ട് പോയതല്ലേ എന്ന് ചോദിച്ച് ഏവ തിരിഞ്ഞിരിക്കുന്നു. ഏവയ്ക്ക് അവളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും ദേഷ്യവും സങ്കടമുണ്ട്. മോർഗൻ അത് മനസ്സിലായി. അവൾ മുറിക്ക് പുറത്തു വന്ന് സങ്കടത്തിൽ കരയുന്നു. ഏവയുടെ അച്ഛനെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിൽ പറഞ്ഞുവിടാനുള്ള തത്രപ്പാടിലാണ് മോർഗൻ. അപ്പൊ എലിയറ്റ് ആരോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. മോർഗൻ ചെന്ന് നോക്കിയപ്പോൾ അത് കാരഡാക്ക് ആയിരുന്നു. അപ്പൊ അവൻ മോർഗനോട്, നീ എന്തിനാണ് ഡയമണ്ട് ഫോണ്ടാനയിൽ പോയത് എന്തിനാണെന്ന് അവനോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. മോർഗൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചിട്ട്, ഡയമണ്ട് ഒരു പണക്കാരനാണ്, ഫോണ്ടാനയിലൊക്കെ പോകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇന്നലെ നമ്മൾ സോഫിയയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ ഷെൽഫിലുണ്ടായിരുന്ന ആ ചെറിയ ശില്പങ്ങൾ ഉണ്ടായിരുന്നില്ലേ, മോർഗൻ എടുത്തപ്പോൾ പൊട്ടിപ്പോകും തിരിച്ചു വെക്കാൻ സോഫിയ പറഞ്ഞത്, അതെല്ലാം പൊടി പിടിച്ചിരിക്കുകയായിരുന്നു, ഒരെണ്ണം ഒഴികെ. അത് ഫോണ്ടാനയിൽ നിന്നും വാങ്ങിച്ചതായിരുന്നു. അതിനർത്ഥം സോഫിയയും ഫോണ്ടാനയിൽ പോയിട്ടുണ്ട്. ഡയമണ്ടും സോഫിയും ഫോണ്ടാനയിൽ ഉണ്ടായിരുന്നു എന്നത് സ്ട്രേഞ്ച് ആയിട്ട് നിനക്ക് തോന്നുന്നില്ലെന്ന് മോർഗൻ കാരഡക്കിനോട് ചോദിക്കുന്നു. അപ്പൊ കാരഡക്ക്, അതിനെന്താ, അവർക്ക് രണ്ടുപേർക്കും കൊല നടന്ന സമയത്തിന് ആലിബൈ ഉണ്ട്. അതായത് സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പ്രസന്റേഷൻ അവതരിപ്പിക്കുകയായിരുന്നു, ഡയമണ്ട് ഫോണ്ടാനയിലും. അപ്പൊ പെട്ടെന്ന് എന്തോ ഓർത്ത മോർഗൻ അയൽക്കാരൻ ഹെൻറി അപ്പൂപ്പൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഹെൻറി അപ്പൂപ്പൻ ഒരു ഫ്ലോറിസ്റ്റ് ആണ്. ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂക്കാരൻ അല്ലെങ്കിൽ പൂക്കാരി, പൂ വിൽക്കുകയും അല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്ന ആൾ. മോർഗൻ അപ്പൂപ്പനോട് പൂക്കൾ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാണ് വാടി പോകുക എന്ന് ചോദിച്ചപ്പോൾ അത് ഏത് ടൈപ്പ് പൂവാണെന്നനുസരിച്ചിരിക്കും എന്ന് ഹെൻറി അപ്പൂപ്പൻ പറയുന്നു. അപ്പൊ മോർഗൻ ലിനറ്റിന്റെ മകൾ ലെറ്റി ലിനറ്റിന്റെ ലാസ്റ്റ് ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിച്ചില്ലേ, അതിലൊരു പൂവുണ്ടായിരുന്നു. അതിന്റെ പേര് റെനൻകുലസ്. അത് 4 ദിവസം കൊണ്ടാണ് വാടുന്നതെന്ന് ഹെൻറി അപ്പൂപ്പൻ പറയുന്നു. മോർഗൻ ഉടനെ തന്നെ ഹെൻറി അപ്പൂപ്പന്റെ കയ്യിൽ ഒരു ഉമ്മയും കൊടുത്ത് അപ്പൂപ്പന് താങ്ക്സും പറഞ്ഞിട്ട് പോകുന്നു. അവൾക്ക് എന്തോ മനസ്സിലായി. കാരഡക്കിനൊന്നും മനസ്സിലായില്ല. പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് മോർഗൻ പിള്ളേരെയും വിളിച്ച് കാരഡക്കിന്റെ പോലീസ് കാറിൽ കയറുന്നു. എന്നിട്ട് പോകുന്ന വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഡയമണ്ടും സോഫിയയും തമ്മിൽ റിലേഷനിലായിരുന്നു. അവൾക്ക് അവൻ വിലപിടിച്ച ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു. സോഫിയുമായിട്ട് ഡയമണ്ട് അടുക്കാനുള്ള മെയിൻ കാരണം അവളുടെ സഹോദരിയായ ലിനറ്റുമായിട്ട് കൂടുതൽ അടുക്കാനായിരുന്നു. കാരണം ഡയമണ്ട് തെറ്റ് ചെയ്തു എന്ന് അവന് തന്നെ അറിയാം. പിന്നെ ലിനറ്റാണല്ലോ അവന്റെ ലോയർ. പക്ഷേ സാറയുടെ കത്ത് കിട്ടിയതിന് ശേഷം ലിനറ്റിന് വന്ന മനംമാറ്റം ഡയമണ്ട് മനസ്സിലായി. അത് അവന് പണിയാവുന്ന അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഡയമണ്ട് സോഫിയയും കൂട്ടി ലിനറ്റിനെ കാണാൻ വീട്ടിൽ ചെന്നു. അവന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാം. പക്ഷേ അവർ പ്രതീക്ഷിക്കാതെ അവിടെ അപ്പോൾ ലിനറ്റിന്റെ ഭർത്താവ് ആന്റണി അക്കോസ്റ്റ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോയതാണെന്ന് മോർഗൻ പറയുന്നു. ഇതിനിടയ്ക്ക് മോർഗൻ ഏവയെയും എലിയറ്റിനെയും സ്കൂളിൽ ഇറക്കി വിടുന്നുണ്ട്. ചുച്ചുരുമണി ക്ലോയിയെ എക്സ് ഭർത്താവ് ലുഡോയെ ഏൽപ്പിച്ചിട്ട് അവൾ പോകുന്നു. ഡിവോഴ്സ്ഡ് ആണെങ്കിലും അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ വീണ്ടും പോകുന്ന വഴിക്ക് കാരഡക്ക് അവളോട്, പക്ഷേ അവർ രണ്ടുപേർക്കും കൊല നടന്ന ദിവസം ആലിബൈ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ കൊലപാതകം നമ്മൾ നടന്നു എന്ന് പറയുന്ന സമയത്തല്ല ശരിക്കും നടന്നതെങ്കിലോ എന്ന് മോർഗൻ ചോദിക്കുന്നു. അങ്ങനെ അവർ നേരെ ക്രൈം സീനിലേക്ക് ചെല്ലുന്നു. അതായത് ആന്റണി അക്കോസ്റ്റയുടെ വീട്ടിലേക്ക്. അവിടെ എത്തി മോർഗൻ ചുറ്റും ഒന്ന് നോക്കിയ ശേഷം അന്ന് അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ഊഹിച്ചു നോക്കുന്നു. ഡയമണ്ടും സോഫിയും ചേർന്ന് ലിനറ്റിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ആന്റണി അവിടെ ഇടപെടുന്നു. അയാൾ അയാളുടെ തോക്കെടുത്ത് വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ഡയമണ്ട് ആ തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ച് ആന്റണിയെ വെടിവെക്കുന്നു. അങ്ങനെ ആന്റണി മരിക്കുന്നു. ലിനറ്റിനെ അവർ രണ്ടുപേരും ചേർന്ന് കസേരയിൽ കെട്ടിവെക്കുന്നു. അപ്പൊ കാരഡക്ക്, പക്ഷെ കൊല നടന്നിരിക്കുന്നത് സോഫിയയുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന സമയത്തായിരുന്നു, അവൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ അവിടെ ഇരുന്ന വാടിയ പൂവ് കാണുന്നു. ആ പൂവാണ് ലിനറ്റ് ലെറ്റിക്ക് അയച്ച ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. ആ ഫോട്ടോ എടുത്തത് 3 ദിവസം മുമ്പാണ്. പക്ഷെ ഹെൻറി അപ്പൂപ്പൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഈ പൂവ് വാടാൻ മിനിമം 4 ദിവസം എടുക്കുന്നു. പക്ഷെ കൊല നടന്ന ദിവസം എടുത്ത ഫോട്ടോയിൽ ഈ പൂക്കൾ വാടിയിരുന്നു. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മോർഗൻ ഡയമണ്ട് സോഫിയയ്ക്കും എന്താണ് ജോലി
എന്ന് ചോദിക്കുന്നു. ഡയമണ്ട് സെക്യൂരിറ്റി ടെക്നോളജിയാണ്, സോഫി ഒരു ബോട്ടണിസ്റ്റ് ആണെന്ന് കാരഡക്ക് മറുപടി പറയുന്നു. അപ്പൊ മോർഗൻ ഈ മുറി എന്താണെന്ന് നിനക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോഴാണ് കാരഡക്കിന് കാര്യം കത്തിയത്. അതൊരു ഗ്രീൻ ഹൗസ് ആയിരുന്നു. വീടിനകത്ത് തന്നെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്. ഈ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് പോലെയുള്ള ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു കൂട് പോലെ. അതിനകത്ത് നമുക്ക് ചെടികളോ പച്ചക്കറികളോ ഒക്കെ വളർത്താം. ഇവിടെ ഒരു മരമാണുള്ളത്. അതിനകത്ത് ടെമ്പറേച്ചർ പുറത്തെ ടെമ്പറേച്ചർ ആയിട്ട് വ്യത്യാസം ഉണ്ടാവും. ഡയമണ്ട് എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ആ മുറി മുഴുവൻ തണുപ്പിച്ചു. അതായത് ഒരു ഫ്രിഡ്ജ് പോലെ ആക്കി. അപ്പോൾ മരിച്ച ബോഡിക്ക് ഒന്നും സംഭവിക്കില്ല. അന്ന് രാത്രി പണ്ട് ലിഷ്ക അവിടെ എത്തിയ പഴയ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റി അവളെ ഫ്രെയിം ചെയ്യാൻ. അടുത്ത ദിവസം ഡയമണ്ട് ഓൺലൈനായി അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടി. അവനൊരു ടെക്നോളജി എക്സ്പെർട്ട് ആണല്ലോ. അങ്ങനെ ഡയമണ്ട് മരണസമയം മാനിപ്പുലേറ്റ് ചെയ്തു. അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നപ്പോഴാണ് ആ പൂവെല്ലാം വാടിപ്പോയത്. അപ്പോൾ ലിനറ്റിന് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അവളെ കൊല്ലണമായിരുന്നു എന്നായിരുന്നെങ്കിൽ അവർ അപ്പോൾ തന്നെ അവളെയും കൊന്നേനെ എന്ന് കാരഡക്ക് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണെങ്കിലും സോഫിയയ്ക്ക് സഹോദരി എന്ന സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടാൻ വേണ്ടി അവർ ലിനറ്റിനെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയിരിക്കും എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ എങ്ങോട്ടായിരിക്കും ലിനറ്റിനെ കൊണ്ടുപോയിരിക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഇനി ഇതിനായിരിക്കുമോ അവർ ഫോണ്ടാനയിൽ പോയതെന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ ഫോണ്ടാനയേക്കാൾ അടുത്ത ഒരു സ്ഥലം ആവാനാണ് ചാൻസ് കൂടുതൽ. എങ്കിലാണ് അവർക്ക് ലിനറ്റിനെ അവിടെ ഒളിപ്പിച്ചിട്ട് അതേ രാത്രി തന്നെ തിരിച്ചെത്താൻ പറ്റുള്ളൂ എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ കാരഡക്ക് മാത്രമല്ല അവർ അവിടെ പോയി എന്നതിന്റെ ഒരു തെളിവും ഉണ്ടാവരുത്. അതുകൊണ്ട് അവർ രണ്ടുപേർ ആരുടെയെങ്കിലും സ്വന്തം സ്ഥലത്ത് തന്നെയായിരിക്കും ലിനറ്റിനെ ഒളിപ്പിച്ചിരിക്കുക എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ വീട്ടിലെ ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോകളിൽ നോക്കിയപ്പോൾ ലിനറ്റും സോഫിയും ചെറുപ്പകാലത്ത് ഒരു വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ട് ഈ വീട്ടിലായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് പോലീസുകാർ ആ വീട് കണ്ടുപിടിച്ച് അതിനകത്ത് നോക്കിയപ്പോൾ അവിടെ കെട്ടിയിട്ട നിലയിൽ ലിനറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തുന്നു. ചീഫ് അവരെ സഹായിച്ചതിന് മോർഗന് നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കവർ അവളുടെ നേരെ നീട്ടിയിട്ട് ഇതൊരു ജോബ് ഓഫർ ആണെന്ന് പറയുന്നു. പോലീസുകാരിയായിട്ടല്ല, ഒരു ഫുൾ ടൈം കൺസൾട്ടന്റ് ആയിട്ട്. പക്ഷെ അവിടെ ആ തിരക്കും ബഹളവും കണ്ട മോർഗൻ ആ ഓഫർ നന്ദിയോടെ നിരസിക്കുന്നു. അപ്പോൾ ചീഫ് നിന്റെ തീരുമാനത്തിന് എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടായാൽ എന്നെ വന്ന് കാണാൻ പറയുന്നു. അതിനുശേഷം അവളും കാരഡക്കും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയ മകൾ ലെറ്റി കെട്ടിപ്പിടിച്ച് ലിനറ്റ് കരയുന്നു. സ്നേഹസംഗമം, എല്ലാവർക്കും സന്തോഷം. പിന്നീട് വേറൊരു ദിവസം മോർഗനും ഏവയും ഒരു ഐസ്ക്രീമും കഴിച്ച് നടക്കുകയാണ്. മോർഗൻ ഏവയുടെ അച്ഛനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഏവ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ഏവയെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയതെന്ന് ഏവ ചോദിക്കുന്നു. അപ്പോൾ മോർഗൻ നിന്നെ ഇട്ടിട്ട് പോയതല്ല, കാണാതായതാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസുകാർ എന്നെ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും അദ്ദേഹം പോകില്ലെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് ഏവ അതൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മോർഗൻ നേരെ ചീഫിന്റെ അടുത്തെത്തി ആ ജോബ് ഓഫർ സ്വീകരിക്കുന്നു. പക്ഷെ 2 കണ്ടീഷനുണ്ട്. ചീഫ് ഓഫർ ചെയ്തതിനേക്കാൾ 20% കൂടുതൽ സാലറിയും പിന്നെ ചൈൽഡ് കെയറും. അവള് ജോലിക്ക് വരുന്ന സമയത്ത് പിള്ളേരെ നോക്കാൻ ആൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കൊള്ളാലോ ഡീൽ. അപ്പൊ അത്രേ ഉള്ളോ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ മോർഗൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സഹായം വേണം. എനിക്കൊരാളെ കണ്ടുപിടിച്ച് തരണം. പേര് റോമൻ സിങ്കേര. 15 വർഷം മുമ്പ് കാണാതായതാണ്. പോലീസ് പറഞ്ഞത് നാട് വിട്ടു പോയതാണ് എന്നാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന്. അതുകൊണ്ട് ആളെ കണ്ടുപിടിക്കാൻ ദയവേദനെ സഹായിക്കണമെന്ന് മോർഗൻ പറയുന്നു. ഇതാണ് ആദ്യം ലെറ്റി ചോദിച്ചപ്പോൾ മോർഗന്റെ ലൈഫിലും കാണാതായ ഒരാളുണ്ടെന്ന് പറഞ്ഞത്. അവളുടെ ആദ്യ ഭർത്താവ് റോമൻ. അപ്പോൾ ഡീൽ ഓക്കെ ആണെന്ന് ചീഫ് പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ മോർഗന്റെ ബുദ്ധി ഉപയോഗിച്ചുള്ള കേസ് അന്വേഷണം നമുക്ക് കാണാം. ഒപ്പം അവളുടെ ഭർത്താവ് റോമനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം.